നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാജിയിൽ വിവാദം. രാജിയുടെ കാരണം വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം. നിലവിൽ കമ്മീഷനിലുള്ളത് മുഖ്യ കമ്മീഷണർ മാത്രം. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. കളം നിറഞ്ഞ് മുന്നണികൾ. പ്രചാരണത്തിന് വെല്ലുവിളിയായി വേനൽ ചൂട്. തൃശൂരിൽ മുരളീധരൻ പ്രചാരണം തുടങ്ങി. ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ ഇന്നെത്തും. തരൂരും ഇന്ന് പ്രചാരണം തുടങ്ങും. സ്ഥാനാർത്ഥികളിൽ ഇനി വരാനുള്ളത് രാഹുൽ ഗാന്ധി മാത്രം. മൂന്ന് സംസ്ഥാനങ്ങളിലെ വനം മന്ത്രിമാരുടെ യോഗം ഇന്ന്. കേരള, തമിഴ്നാട്, കർണാടക വനം മന്ത്രിമാർ പങ്കെടുക്കും. മനുഷ്യ വന്യജീവി സംഘർഷം മുഖ്യ അജണ്ട. കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. 8ഉം 16ഉം വയസ്സുകാരായ കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ. തേൻ ശേഖരിക്കുന്നതിനിടയിലെ അപകടമെന്ന് പ്രാഥമിക നിഗമനം. വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിന്റെ വാർത്തകൾ മാത്രമല്ല, കടുത്ത വേനൽ ചൂടിന്റെ വാർത്തകളും വരാനുണ്ട്. അതിനു മുമ്പ് ദിവസത്തിന്റെ അണ്ണാറക്കണ്ണന്റെ വികൃതി കണ്ട് തുടങ്ങാം. ഷിജു ചാവറയുടേതാണ് ക്യാമറ. ഷിജു ചാവറയുടെ മനോഹരമായ ദൃശ്യങ്ങളായിരുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക് കടക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജിയിൽ വിവാദം. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയുള്ള രാജി ആശങ്കാജനകമെന്ന് വ്യക്തമാക്കിയ പ്രതിപക്ഷം മതിയായ കാരണം ബോധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്നലെയാണ് അരുൺ ഗോയൽ സ്ഥാനം രാജിവെച്ചത്. ഇതോടെ 3-അംഗ കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണ് അവശേഷിക്കുന്നത്. രാജിയുടെ പശ്ചാത്തലത്തിൽ കമ്മീഷണർമാരെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കും. സ്ഥാനാർത്ഥികളായി കളം നിറഞ്ഞു. ഇനി അംഗം. ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചാൽ കേന്ദ്രമന്ത്രി പദമെന്ന മോഹന വാഗ്ദാനം. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെന്ന് ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ന്യൂസ് 18നോട്. മണ്ഡലത്തിൽ ഇത്തവണയും ശക്തമായ മത്സരമാണ് നടക്കുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ മണ്ഡലം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. UDF സ്ഥാനാർത്ഥി കൂടിയായ സിറ്റിംഗ് MP അടൂർ പ്രകാശ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. ശ്രീ അടൂർ പ്രകാശ്, ഒരു ശക്തമായ ത്രികോണ മത്സരം ആറ്റിങ്ങലിൽ നടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സിറ്റിംഗ് MP കൂടിയാണ് താങ്കൾ. എങ്ങനെയായിരിക്കും ഇത്തവണത്തെ പോരാട്ടം? ശക്തമായ പോരാട്ടം എന്ന് ഇപ്പം നിങ്ങൾ പറയുമ്പോൾ എല്ലാ പ്രാവശ്യവും അത് തന്നെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ഇതേ ശക്തിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടികൾ മത്സരിക്കുമ്പോൾ അതൊരു ത്രികോണ മത്സരമാണ്. ആ മത്സരം ഇപ്പോഴും നടക്കുന്നു. അതിലപ്പുറം വേറെ ഒന്നും ഞാനിതിനെ കാണുന്നില്ല. അല്ല, അവിടെ BJP പറയുന്നത് വി മുരളീധരനാണ് ജയിക്കുന്നതെങ്കിൽ അവിടെ നിന്നൊരു ആറ്റിങ്ങൽ ഒരു കേന്ദ്രമന്ത്രി എന്നാണ്. ഇത് ഒരുപാടെടുത്ത് പറയാറില്ലേ. ഇപ്പൊ ആറ്റിങ്ങക്കാർക്ക് മന്ത്രി, തൃശൂർക്കാർക്ക് മന്ത്രി. ഇപ്പൊ എത്ര സ്ഥലങ്ങളിൽ എത്ര ജില്ലകളിൽ ഇവർ ഈ വാഗ്ദാനം കൊടുക്കും? ആറ്റിങ്ങക്കാർക്ക് മന്ത്രി എന്ന് പറയുന്ന പോലെ തന്നെ പ്രധാനമന്ത്രി തന്നെ വന്ന് തൃശൂരിൽ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഞാനത് ഉറപ്പിച്ച് പറയുന്നില്ല. എങ്കിലും എനിക്ക് അവിടെ ചെന്നപ്പോൾ, തൃശ്ശൂരിൽ എത്തിയപ്പോൾ എനിക്ക് പുറത്തു നിന്നും അറിയാൻ കഴിഞ്ഞത് തൃശൂർക്കാർക്കൊരു മന്ത്രി എന്നുള്ള നിലയിലാണ് അവിടെയും പ്രചരണം. ഇതൊരു മോഹന വാഗ്ദാനം മാത്രമാണെന്നാണോ? ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി
നടത്തുന്ന ഒരു മോഹന വാഗ്ദാനം. ആ വാഗ്ദാനത്തിൽ അപ്പുറം ഇതിനെ ഞാൻ കാണുന്നില്ല. ഈ മുഴുവൻ സ്ഥാനാർത്ഥി പട്ടികയെ കുറിച്ച് താങ്കൾക്ക് എന്താണ്? ഈ 20 മണ്ഡലങ്ങളിലും ഒരു ജയപ്രതീക്ഷയിലേക്ക് എത്താൻ ഈ സ്ഥാനാർത്ഥി പട്ടിക കഴിയുമോ കോൺഗ്രസ്? തീർച്ചയായിട്ടും കോൺഗ്രസ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി പട്ടിക ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ്. അതിൽ മറ്റ് യാതൊരു വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതകളില്ല. അപ്പൊ ആ അഭിപ്രായ ഭിന്നതകളില്ലാതെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ്. തീർച്ചയായിട്ടും അത് ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് എന്ന് തന്നെ എന്റെ അഭിപ്രായം. ഒരു കാര്യം കൂടി ചോദിക്കുന്നു. KPCC അധ്യക്ഷനും മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് മത്സരിക്കേണ്ട ഒരു കാര്യമുണ്ടോ? എന്താണ് താങ്കളുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായം അക്കാര്യം? അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കണ്ണൂര് സ്ഥാനാർത്ഥിയാവുമ്പോൾ അവിടെ കൂടുതൽ സമയം ചെലവഴിക്കപ്പെടേണ്ടതായിട്ട് വരും. അങ്ങനെ ചെലവഴിക്കപ്പെടേണ്ടതായി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ ഇപ്പൊ ചുമതല ശ്രീ MM ഹസന് കൊടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സമയത്ത് അദ്ദേഹത്തിന് ശ്രദ്ധ അവിടേക്ക് കൂടുതൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മാറിയിരിക്കുന്ന അതിനകത്തൊരു അഭിപ്രായ ഭിന്നത അതായത് അദ്ദേഹത്തിന് തിരികെ വരാമെന്നാണോ? ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിന് തിരികെ ആ പദവിയിലേക്ക് വീണ്ടും എത്താമെന്നാണോ? ആ കാര്യങ്ങളൊന്നും ഞാനല്ല അഭിപ്രായം പറയേണ്ടത്. അത് ഞങ്ങളുടെ ഉന്നതതല സമിതിയുണ്ട്. അവരതിന് അഭിപ്രായം പറയും. ഞാനൊരു അഭിപ്രായം അക്കാര്യത്തിൽ പറയാൻ തയ്യാറാണ്. വി ജോയി ഈ സാമുദായികമായി പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ കേന്ദ്രീകരിച്ചുകൊണ്ടടക്കം ശക്തമായ പ്രചാരണമാണ് നടത്തുന്നത്. അതിൽ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന അദ്ദേഹം ഏത് സമുദായത്തിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിലടക്കം ആശയക്കുഴപ്പമുണ്ട് എന്ന വാർത്തകളും വരുന്നു. ഇതിൽ എന്താണ് വസ്തുത? വാസ്തവത്തിൽ ഞാനും എല്ലാ മേഖലകളിലും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാന് ഇപ്പൊ അരുവിക്കര, അതുപോലെ തന്നെ കാട്ടാക്കട, ഈ മേഖലകളിൽ ചെല്ലുന്ന അവസരങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി CSI വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നാണ് പ്രചരണം. അതിന് നേതൃത്വം കൊടുക്കുന്നത് അരുവിക്കരയുടെ MLA-യുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നോട് ചോദിച്ചാൽ ഞാൻ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരാളാണ്. ഇപ്പോ ഓരോ പ്രദേശത്തിനും വേണ്ടി ഓരോ സമുദായം മാറ്റി പറയില്ല. ഓരോ പ്രദേശത്തിനും വേണ്ടി ഞാനത് സൂചിപ്പിക്കാൻ കാരണം വർക്കലയിൽ വരുന്നുണ്ട് ഈഴവനാണ്, ചിറയൻകീഴ് വരുന്നുണ്ട് ഈഴവനാണ്, അത് അരുവിക്കര പോകുന്നുണ്ട് ഞാൻ CSI ആണ്, കാട്ടാക്കട പോകുന്നുണ്ട് CSI ആണ്. ഇങ്ങനെയൊക്കെയുള്ള കള്ളപ്രചരണങ്ങൾ കൊടുക്കുമ്പോൾ അത് എത്രമാത്രം യോജിച്ചതാണ്, അവരുടെ അന്തസ്സിന് യോജിച്ചതാണോ എന്ന് പരിശോധിക്കേണ്ടത് അവർ തന്നെയാണ്. ഇത്തരത്തിലുള്ള നുണപ്രചരണം ഒരിക്കലും വില പോകില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്തായാലും എല്ലാ വിജയാശംസകളും. ഓക്കെ. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. അടൂർ പ്രകാശിന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയിയുടെ മറുപടി. ജാതി കാർഡ് വിലപ്പോകില്ലെന്ന് വി ജോയി. ആർക്കാണ് ജാതിയാണ് അറിയാത്തത്? ജാതി പറയുന്നത് അടൂർ പ്രകാശിന് തിരിച്ചടിയാകും. അടൂർ പ്രകാശ് മുൻകൂർ ജാമ്യം എടുക്കുന്നു. ആദ്യം 1.5 ലക്ഷം കള്ളവോട്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ പൊളിഞ്ഞെന്നും വി ജോയ് ന്യൂസ് 18നോട് പറഞ്ഞു. ആറ്റിങ്ങലിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയാണ് നമുക്കിപ്പം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് മണ്ഡലം കൺവെൻഷൻ കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഈ ഘട്ടത്തിൽ ഒരു വിജയപ്രതീക്ഷ? എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു? സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ നന്നായിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടത്തുകയാണ്. ഇപ്പോൾ ഒരു 2 റൗണ്ട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ പൂർത്തീകരിച്ചു. വ്യക്തികളെ കണ്ടു, കവലകളിലേക്ക് പോയി ആളുകളെ കണ്ടു, അതെല്ലാം നടത്തി. അപ്പോഴാണ് ഇപ്പോൾ കൺവെൻഷൻ നമ്മൾ നേരത്തെ തന്നെ നടത്തുന്നത്. ഒരു 5-6 ദിവസം കൊണ്ട് മണ്ഡലം കൺവെൻഷൻ, നിയമസഭാ മണ്ഡലം കൺവെൻഷനുകളും പൂർത്തീകരിക്കും. അതോടുകൂടി ഒരു നല്ല ഫുൾ സ്വിംഗിലേക്ക് നമ്മുടെ പാർട്ടി പ്രവർത്തകർ, ഇടതുപക്ഷ മുന്നണിയുടെ പാർട്ടി പ്രവർത്തകർ നല്ല ഒരു നിലയിലേക്ക്, ഫീൽഡിലേക്ക് പോകും. അത് നമുക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്തി ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. CPM നല്ല അടിസ്ഥാനമുള്ള, നല്ല സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ. കഴിഞ്ഞ തവണ ഒരുപാട് വോട്ടുകൾ നഷ്ടപ്പെട്ടു. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ആ പ്രതീക്ഷ എത്രത്തോളമാണ്? കഴിഞ്ഞ തവണത്തത് ഒരു കേരളത്തെ ആകെ ബാധിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ശബരിമല ഉണ്ടായിരുന്നു, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിരുന്നു. ഇതെല്ലാം വന്നിട്ട് നമുക്ക് 38,000 വോട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഞങ്ങൾ പരാജയപ്പെടുന്നത്. ആ 38,000 വോട്ട് ഇപ്പോൾ നമുക്ക് തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതല്ല, അതിൽ കൂടുതൽ വോട്ട് നമ്മൾ ഇപ്പോൾ തിരിച്ചുപിടിക്കും. രാഷ്ട്രീയമായിട്ട് നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് പിന്നെ എതിർ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമുക്ക്
നന്നായിട്ട് ജയിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സിറ്റിംഗ് എം പിയാണ് UDF സ്ഥാനാർത്ഥി, കേന്ദ്ര സഹമന്ത്രിയാണ് BJP സ്ഥാനാർത്ഥി. എങ്ങനെയാണ് അവരുടെ ഒരു സ്വാധീനത്തേക്ക് മണ്ഡലത്തിലുള്ള വളർച്ചയാണ്? കാരണം സിറ്റിംഗ് എം പിക്ക് ആ പറയുന്ന യാതൊരു സ്വാധീനവും ഇല്ല. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ ജയിച്ചു പോയി. പിന്നെ അദ്ദേഹം വരുന്നത് ഇപ്പോഴാണ്. ജനങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലോ അവരുടെ സുഖദുഃഖങ്ങളിലോ ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ മണ്ഡലത്തിലെ ആളുകൾ അനുഭവിച്ചിട്ടില്ല. അത് വസ്തുതയാണ്. മറ്റൊരാൾ കേന്ദ്രമന്ത്രിയാണ്. ആ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ പ്രളയം വന്നു, നിപ്പ വന്നു, ധാരാളം പ്രശ്നങ്ങൾ വന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം കേന്ദ്രത്തിന്റേതായ സഹായം എന്താണ് നമുക്ക് ലഭിച്ചത്? അരി തന്നു. നമുക്ക് അത്യാവശ്യം നമുക്ക് ആ പ്രളയകാലത്ത് കുറച്ച് അരി തന്നു. അരിയുടെ മുഴുവൻ പൈസയും വാങ്ങിച്ചു. അങ്ങനെ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിലെ ഒരു മന്ത്രി, അദ്ദേഹത്തിന് എന്തു പറയാൻ പറ്റും? ഞാൻ കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ആ രണ്ട് സ്ഥാനാർത്ഥികളെയും സംബന്ധിച്ച് ജനങ്ങൾ നന്നായിട്ട് വിലയിരുത്തിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക. അടൂർ പ്രകാശ് പറഞ്ഞത് ഈഴവനെന്ന് പറയുന്നത് അഭിമാനിക്കുന്നു. ജോയി ഒരിടത്ത് ഈഴവനെന്നും മറ്റ് കാട്ടാക്കടയ്ക്ക് എത്തുമ്പോൾ CSI എന്നും പറഞ്ഞ് വോട്ട് പിടിക്കുന്നു. എന്താണ് അതിലെ അത്ര ആരോപണത്തിനുള്ള മറുപടി? എന്താണ്? ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജാതി പറഞ്ഞ് വോട്ട് പിടിച്ച് ജയിച്ചിട്ടുള്ള ആളല്ല. പിന്നെ ഇന്നത്തെ കാലത്ത് ആര് ഏത് ജാതിയാണെന്ന് ആരുടെങ്കിലും പറഞ്ഞു കൊടുക്കണോ? അസംബന്ധം. അതായത് പുള്ളി അഡ്വാൻസ് ആയിട്ട് ഇപ്പോ ബെയിലെടുക്കുകയാണ്. ആദ്യം പറഞ്ഞു ഇവിടെ 1.5 ലക്ഷം വോട്ട് കള്ള വോട്ടുണ്ടെന്ന് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇപ്പോഴത്തെ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് അത്യാധുനിക സംവിധാനമുള്ള വോട്ടർ പട്ടികയാണ്. ഫേസ് ഡിറ്റക്ഷൻ പോലും കൃത്യമായി നടത്താൻ പറ്റുന്നതാണ്. അതുകൊണ്ട് കള്ളവോട്ടില്ല, അത് പൊളിഞ്ഞു. അപ്പൊ ഇപ്പൊ ജാതി കാർഡ് ഇറക്കി കളിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ആ ജാതി കാർഡൊന്നും ഒരിക്കലും വില പോകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ആർക്കാണ് അറിഞ്ഞൂടാത്ത ആരുടെ ജാതി? പിന്നെ അതിന്റെ പേരിൽ ഒരു കള്ളം പറയാൻ പറ്റും? ആരുടെങ്കിലും പോയി കള്ളം പറയാൻ പറ്റും? എല്ലാവരും വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ, പത്രമാധ്യമങ്ങൾ വായിക്കുന്നവരല്ലേ. അപ്പൊ അതുകൊണ്ട് ആ പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു തന്ത്രം മാത്രമാണ്. ശ്രീനാരായണ ഗുരുവിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു നാട് കൂടിയാണ്, മണ്ഡലം കൂടിയാണ്. അവിടെ ഒരു ജാതി പറഞ്ഞ് വോട്ടുകൂടി എത്രത്തോളം ആശ്വാസമാണ്? അതെ, അത് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് വളരെ നെഗറ്റീവായിട്ട് അദ്ദേഹത്തിന്റെ ഈ വർത്തമാനം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വിജയാശംസകൾ. വി ജോയ് പ്രചരണം തുടരുകയാണ്. മുഖ്യമന്ത്രിയാണ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ഏതായാലും അതിശക്തമായ പോരാട്ടത്തിനാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് ഉറപ്പാണ്. കാരണം സിറ്റിംഗ് MP അടൂർ പ്രകാശാണ് UDFന്റെ സ്ഥാനാർത്ഥി. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനാണ് BJP സ്ഥാനാർത്ഥി. CPM ജില്ലാ സെക്രട്ടറി കൂടി ആയിരുന്ന വി ജോയ് MLA CPM വേണ്ടി ഇടതുമുന്നണിക്ക് മത്സരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടമായി ആറ്റിങ്ങൽ ഓരോ ദിവസവും മാറുകയാണ്. അരുൺ പാലൂരിനൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF UDF സ്ഥാനാർത്ഥികളാണ് സംസാരിച്ചത്. ഇനി നമുക്ക് പാലക്കാട്ടേക്ക് പോകാം. 1989 നിന്ന് വലിയൊരു മാറ്റമൊന്നും പാലക്കാട്ടെ വോട്ടർമാർക്ക് ഉണ്ടായിട്ടില്ലെന്ന് LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ ന്യൂസ് 18നോട്. സമൂഹ മാധ്യമങ്ങളൊന്നുമില്ലാതിരുന്ന കാലത്ത് സ്ഥാനാർത്ഥിയുടെ ചിത്രം പോലും ഇല്ലാത്ത പോസ്റ്ററുകളായിരുന്നു ഉണ്ടായിരുന്നതെന്നും A വിജയരാഘവൻ പറഞ്ഞു. പാലക്കാട് LDF സ്ഥാനാർത്ഥി A വിജയരാഘവനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. എന്തായാലും 1989 ആയിരുന്നു VS വിജയരാഘവനെ തോൽപ്പിക്കുന്നത്. അന്ന് UDFന്റെ കോട്ടയായിരുന്നു. വീണ്ടും പാലക്കാട്ടേക്ക് തന്നെ തിരിച്ചു വരുന്നു. വീണ്ടും ജയിക്കാൻ തന്നെയാണ്. എങ്ങനെ പോകുന്നു പ്രചാരണമൊക്കെ? നല്ല മികച്ച രീതിയിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിനോട് അപരിചിതത്വം നമുക്കില്ല. പിന്നെ മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളിലെല്ലാം എപ്പോഴും ബന്ധപ്പെടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളോട് അപരിചിതത്വത്തിന്റെ പ്രശ്നം വരുന്നില്ല. പിന്നെ LDF ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യന്റെ താല്പര്യ പരിരക്ഷയുടെ ഒരു രാഷ്ട്രീയമാണ്. അതിനോട് ഏറ്റവും എളുപ്പത്തിൽ അടുത്തു വരിക പാലക്കാട്ടുകാരാണ്. കാരണം എല്ലായ്പ്പോഴും അത്തരം മൂല്യങ്ങളോട് അടിയുറച്ച നിലപാടുള്ളവരാണ് പാലക്കാട്ടിലെ ജനങ്ങൾ. ഈ നാടിനെ മാറ്റുന്നതിൽ സ്വന്തം വലിയ പങ്കുവഹിച്ച ഒരുപാട് സമരങ്ങളുണ്ടായിട്ടുള്ള സ്ഥലമാണ്. ഞാനീ നിൽക്കുന്ന കോട്ടമൈതാനം തന്നെ ആളുകൾ വെടിയേറ്റ് പടഞ്ഞു മരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കമ്മ്യൂണിസ്റ്റ്. അത് സമൂഹ താല്പര്യത്തിന് വേണ്ടി. ഇപ്പൊ സമൂഹ താല്പര്യത്തിന് വേണ്ടി എത്ര ത്യാഗവും സഹിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ജനതയാണ് പാലക്കാടിന്റേത്. കേരളത്തിന്റെ സാമൂഹ്യ മാറ്റങ്ങളുടെ ഗതിവേഗം വർദ്ധിപ്പിച്ച എല്ലാ മുന്നേറ്റത്തിലും പാലക്കാട് അതിൻ്റെതായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ വലിയ ആവശ്യകതകൾക്ക് അനുയോജ്യമായി ഇന്ത്യൻ സമൂഹത്തിന്റെ, കേരളീയ സമൂഹത്തിന്റെ പുതിയ കാല ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള ഒരു വിധിയെഴുത്താണ് പാലക്കാട്ട് നിന്നുണ്ടാവുക. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ അനുകൂലമാവുക എന്നത് പ്രാധാന്യമുള്ള ഒന്നാണ്. ആ നിലയിൽ തന്നെ ജനങ്ങൾ ഇതിനെ കാണുന്നുണ്ട്. ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണിത്.
പക്ഷേ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് താങ്കളെപ്പോലുള്ള ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കിയതിന് പിന്നിലും അത് തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ വോട്ടിൽ വലിയ തോതിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടായതെല്ലാം പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ടാണോ ഇത്തവണ മുന്നോട്ട് പോകുന്നത്? കഴിഞ്ഞ തവണ നമ്മൾ 19 സീറ്റ് തോറ്റില്ലേ? 19 സീറ്റ് തോറ്റില്ലേ കേരളത്തിൽ കഴിഞ്ഞ തവണ? അതല്ലല്ലോ ഒന്നിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ട ജനാധിപത്യത്തില് ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമല്ല മറ്റൊരു തെരഞ്ഞെടുപ്പിനെ സൂക്ഷ്മമായി നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കലും ഒന്നിന്റെ ആവർത്തനമല്ല. ഈ തെരഞ്ഞെടുപ്പ് പുതിയ കാലത്തിന്റെ ജനവിധിയാണ്. അതുകൊണ്ട് നമ്മൾ പഴയ കാലത്ത് എന്തെന്ന് ആലോചിച്ച് നടന്നാല് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആ ജയാപജയങ്ങൾ അതെല്ലാം നോക്കാം. പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പുതിയ സാധ്യതകൾ ഉണ്ടാവാം, പുതിയ അനുഭവങ്ങൾ ഉണ്ടാവും ജനങ്ങൾക്ക്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം 2 തെരഞ്ഞെടുപ്പ് കൂടെ നടന്നുണ്ട്. ഒന്ന് തദ്ദേശ സമിതികളിലേക്കാണ്, മറ്റൊന്ന് നിയമസഭയിലേക്കാണ്. രണ്ടിലും ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ അങ്ങനെ നോക്കുക, നമുക്ക് പുതിയ പ്രശ്നങ്ങളുണ്ട്. ആ പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ജനങ്ങൾക്കൊപ്പം ഇടതുപക്ഷത്തിന് എത്രത്തോളം പ്രവർത്തിക്കാനാകും, അതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ അതിൽ ഞങ്ങളെ വിശ്വാസത്തിലെടുത്ത് പരിഗണിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. 89 അല്ല 2024. ഒരുപാട് ടെക്നോളജിയിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ആ കാലത്തെ പ്രചാരണവും ഈ കാലത്തെ പ്രചാരണവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു? അല്ല, നമ്മൾ അന്ന് ഇന്നത്തെ അത്ര സാങ്കേതികമായ സാധ്യതകളൊന്നുമില്ല. പക്ഷെ നമ്മൾ കാണേണ്ടത് ജനങ്ങളുണ്ടല്ലോ, അന്നും ഇന്നും അവര് വളരെ അലർട്ടാണ്. നമ്മുടെ സാങ്കേതിക വിദ്യകളില്ലാത്ത കാലത്ത്, ഈ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്തും ജനനേതാക്കൾക്ക് നല്ല സ്വീകാര്യതയുണ്ട്. ജനനേതാവിന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അവരെ തിരിച്ചറിയാൻ ഫേസ്ബുക്കൊന്നും വേണ്ട. ആളുകളങ്ങ് വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾ അത് മനസ്സിലാക്കും. ജനങ്ങളെ നമ്മൾ ചുരുക്കി കണ്ടിരുന്നു. അപ്പോൾ അന്നിപ്പോ പോസ്റ്ററിൽ ഫോട്ടോ വെക്കില്ല. പോസ്റ്ററിൽ ഫോട്ടോ ഉണ്ടായിരുന്നില്ല അല്ലേ? പോസ്റ്ററിൽ ഫോട്ടോ വെക്കില്ല. അന്ന് അങ്ങനെ വെക്കാറില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാര് പോസ്റ്ററിൽ ഫോട്ടോ വെക്കാറേ ഇല്ല. അങ്ങനെയാണ് പണ്ട്. പക്ഷെ പോസ്റ്ററിൽ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും തോറ്റു പോയിട്ടുണ്ടോ? അതില്ല. പാക്കേജ് മത്സരിച്ചപ്പോ പോസ്റ്ററില്ല, അതെ, ഫോട്ടോ ഇല്ല. പാക്കേജ് ആരെങ്കിലും തിരിച്ചറിയാതിരുന്നുണ്ടോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യർക്കൊപ്പം നിൽക്കുന്നവരെ സമൂഹം തിരിച്ചറിയും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എന്റെ മുഖം ഞാൻ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന് വാശി പിടിക്കേണ്ട കാര്യം. കാണിച്ചു കൊടുത്തതിൽ വിരോധമൊന്നുമില്ല. അപ്പോൾ സാങ്കേതിക വിദ്യയുള്ള ഒരു കാലത്ത് അതിന്റെ പ്രത്യേകത, അതില്ലാത്ത കാലത്തും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. നമ്മൾ മനുഷ്യനിലാണ് നമ്മുടെ വിശ്വാസം. ഈ സംഘപരിവാർ പാളയത്തിലേക്ക് കുറെ ആളുകൾ പോകുന്നു. ഇപ്പൊ പത്മജ പോകുന്നു, അതിന്റെ പിന്നാലെ എസ് രാജേന്ദ്രന്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അല്ല, നിങ്ങളതിനെ ചെറിയതാക്കിയിട്ടൊന്ന് ചുരുക്കി. എന്നുവെച്ചാൽ സംഘപരിവാർ പാളയത്തിലേക്ക് പോകുന്നതിൽ വലിയ ബിഗ് ഫിഷസ് ആണ്, വലിയ മീനുകളാണ്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 10 മുൻ മുഖ്യമന്ത്രിമാരാ പോയിരിക്കുന്നത്. അതാണ് അതിലെ വിശ്വാസം. കേരളത്തിലെ ഉദ്ദേശിച്ചത് ഉത്തരേന്ത്യ പൂർണ്ണമായ ഒരു വിഴുങ്ങി കഴിഞ്ഞ സാഹചര്യം. ഞങ്ങൾ കേരളത്തിലേക്ക് ചുരുക്കേണ്ടത് ഇന്ത്യയിലേക്കല്ലേ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലേക്കല്ലേ? നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തിനെ കാണും. അല്ല ചുരുക്കിയിട്ട് ഞാൻ കേരളം, അത് കഴിഞ്ഞാൽ വേറിട്ട് നിൽക്കുമായിരുന്നു കേരളം സ്ഥലം. അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സമീപനമാണല്ലോ കേരളത്തിന് എപ്പോഴും ഉള്ളത്. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് BJP-യായിട്ട് ബന്ധപ്പെട്ട്. അതിലൊക്കെ തരുമ്പ് ഇളവില്ലാതെ BJP-ക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാടിലാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. കൺസിസ്റ്റന്റ് നിലപാടത്. ആ നിലപാട് ജനങ്ങൾക്കറിയാം. അവിടെ നിന്നുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങളെ കാണുക. BJP-യോട് എല്ലാ കാലത്തും ഐക്യം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എല്ലാ തെരഞ്ഞെടുപ്പിലും BJP-യുമായി വോട്ട് കച്ചവടം നടത്തിയിട്ടുള്ളതാണ് അവരുടെ അനുഭവം. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്തായാലും വളരെ തിരക്കുകൾക്കിടയിലാണ് അല്പസമയം വിജയരാഘവൻ നമ്മോട് സംസാരിച്ചത്. എന്തായാലും പാലക്കാട് ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമായിരിക്കും എന്ന് തന്നെയാണ് വിജയരാഘവൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറാമാൻ പ്രജിത്ത് കൊങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. കേന്ദ്ര നിലപാടുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുക എന്നാണ് വിജയരാഘവൻ പറഞ്ഞിരിക്കുന്നത്. ഇനി തൃശൂരിലെ വാർത്തയിലേക്ക് പോകാം. ശക്തമായ ത്രികോണ മത്സരമാണ് അവിടെ നടക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി K മുരളീധരൻ കടന്നു വന്നതോടെ തൃശൂരിൽ ചർച്ചയാകുന്നത് K കരുണാകരന്റെ ലെഗസി മുതൽ വികസന രാഷ്ട്രീയം വരെയാണ്. പത്മജിയുടെ BJP പ്രവേശനം നൽകിയ ആഘാതത്തെ K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ മറികടക്കാൻ ശ്രമിക്കുകയാണ് UDF. മറുവശത്ത് LDF രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കുമ്പോൾ മാറിയ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിഗത മികവിലാണ് NDAയുടെ പ്രതീക്ഷ. കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ. ഇടതുപക്ഷവും വലതുപക്ഷവും NDAയും ഒരുപോലെ ജയം അവകാശപ്പെടുന്ന മണ്ഡലം. പത്മജ വേണുഗോപാലന്റെ BJP പ്രവേശനത്തിലൂടെ നഷ്ടമായ ആത്മവിശ്വാസം K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തിരിച്ചുപിടിക്കുകയാണ് UDF. തൃശൂരിൽ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണം തന്നെ അതിന്റെ മികച്ച ഉദാഹരണം. കോൺഗ്രസിന്റെ താഴെ തട്ടു മുതൽ മുകൾ തട്ടുവരെ
തൃശൂരിലെ ജയം ഒരു അഭിമാന പോരാട്ടമായി കണ്ട് മുന്നിട്ടിറങ്ങുകയാണ്. കെ കരുണാകരന്റെ ലെഗസിയാണ് തൃശൂരിൽ ചർച്ചയാകുന്ന മറ്റൊരു പ്രധാന കാര്യം. പത്മജ വേണുഗോപാലിന് കൂടി അവകാശപ്പെടുന്നതാണ് കെ കരുണാകരന്റെ ലെഗസി എന്ന് പറഞ്ഞ് BJP രംഗത്തെത്തുമ്പോൾ കെ മുരളീധരൻ നിശ്ചിത വിമർശനത്തോടെയാണ് അതിനെ നേരിടുന്നത്. BJPക്ക് നാണമില്ലേ ഇത് പറയാനെന്ന് അദ്ദേഹം തുറന്നു ചോദിക്കുന്നു. ഒപ്പം കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ ആർക്ക് വേണമെങ്കിലും പുഷ്പാർച്ചന നടത്താമെന്ന് പറഞ്ഞ അദ്ദേഹം കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ ആരും കാവി പുതപ്പിക്കാൻ മെനക്കെടരുതെന്നും മുന്നറിയിപ്പ് നൽകുന്നു. അതായത് പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം കെ മുരളീധരൻ കെ കരുണാകരന്റെ ലെഗസി പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടല്ല കാണുന്നത് എന്ന് വ്യക്തം. സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇത് വ്യക്തമാക്കുന്നു. കെ കരുണാകരന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഏതൊരു ഇന്ത്യൻ പൗരനും പുഷ്പാർച്ചന നടത്താം. പക്ഷേ പതാക പതപ്പിക്കുന്ന ഏർപ്പാടൊന്നും നടത്തില്ല. മറുവശത്ത് LDF ആകട്ടെ UDFന്റെ സ്ഥാനാർത്ഥി മാറ്റം ഒരു വലിയ പ്രശ്നമായി കാണുന്നില്ല. ഇവിടെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്, വ്യക്തികളെയല്ല. TN പ്രതാപന് പകരം കെ മുരളീധരൻ വന്നതുകൊണ്ട് ഇവിടെ UDFന് വിജയിക്കാനാകില്ല. കാരണം വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞാണ് ഇവിടെ മത്സരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ന്യൂസ് 18നോട് ഇങ്ങനെ പറഞ്ഞു. ഇവിടെ അങ്ങനെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് ഇവിടുത്തെ മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ ഒരിക്കലും നിശ്ചയിക്കപ്പെടാൻ പോകുന്ന ഒരു ഘടകമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ UDFന്റെ സ്ഥാനാർത്ഥി ഏതാണെന്നുള്ളത് സംബന്ധിച്ചതിനേക്കാൾ ഉപരി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ വിജയത്തെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, മതേതര വിശ്വാസികൾ ആരെയാണ് പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ടത്? വളരെ ശക്തമായ രീതിയിൽ കലർപ്പില്ലാത്ത, വെള്ളം ചേർക്കാത്ത നിലപാട് മതേതരത്വത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി ആരാണ് എടുക്കുന്നത്? ഇതാണ് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം. അങ്ങനെ ആ അർത്ഥത്തിലാണ് ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം, അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കണം എന്നുള്ളതാണ്. കെ മുരളീധരന്റെ രംഗപ്രവേശനം യഥാർത്ഥത്തിൽ തിരിച്ചടി നൽകുന്നത് BJPക്കാണ്. കാരണം TN പ്രതാപനെതിരെ നിശ്ചിത വിമർശനം ഉന്നയിച്ചായിരുന്നു അവരുടെ പ്രചാരണമെല്ലാം. മാത്രമല്ല പത്മജ വേണുഗോപാലിന്റെ രംഗപ്രവേശനത്തോടെ BJPക്ക് ആധിപത്യം നേടാൻ കഴിയുമെന്ന മേഖലകൾ ഒട്ടനേകമുണ്ട്. കെ മുരളീധരൻ സ്ഥാനാർത്ഥിയെന്നതോടെ അവിടെയെല്ലാം പ്രതീക്ഷിക്കുന്ന മേൽക്കൈ നേടാൻ ഒരുപക്ഷെ NDAക്ക് കഴിഞ്ഞേക്കില്ല. എന്താണെങ്കിലും കരുത്തന്മാരുടെ പോരാട്ടം തന്നെയാണ് തൃശൂരിൽ. ഈ ത്രികോണ മത്സരത്തിൽ ആര് ജയം നേടും എന്നത് പ്രവചനാതീതമാണ്. വരും ദിവസങ്ങളിലെ പ്രചരണവും രാഷ്ട്രീയ സംഭവവികാസങ്ങളുമെല്ലാം ഇതിൽ നിർണായകമാണ്. ഫലം പ്രവചിക്കാൻ അസാധ്യമായ മണ്ഡലമായി തൃശൂർ മാറിയിരിക്കുന്നു. തൃശൂരിൽ നിന്നും അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. വ്യക്തികളല്ല, രാഷ്ട്രീയമാണ് പ്രധാനമെന്ന് തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. TN പ്രതാപന് പകരം കെ മുരളീധരൻ UDF സ്ഥാനാർത്ഥിയായി വന്നതിനെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കോൺഗ്രസിൽ നിന്ന് ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും BJP ആകാൻ സാധ്യത ഏറെയാണ് എന്ന് പറഞ്ഞ സുനിൽകുമാർ ഇത്തവണ പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷം തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. UDF സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ വന്നപ്പോഴേക്കും മണ്ഡലത്തിൽ ഒരു റൗണ്ടിലധികം പര്യടനം പൂർത്തിയാക്കിയതിന് ആത്മവിശ്വാസത്തിലാണ് VS സുനിൽകുമാർ. എങ്ങനെ കാണുന്നു മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തെ? അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ അങ്ങനെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് ഇവിടുത്തെ മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ ഒരിക്കലും നിശ്ചയിക്കപ്പെടാൻ പോകുന്ന ഒരു ഘടകമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ UDFന്റെ സ്ഥാനാർത്ഥി ഏതാണെന്നുള്ളത് സംബന്ധിച്ചതിനേക്കാൾ ഉപരി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ വിജയത്തെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, മതേതര വിശ്വാസികൾ ആരെയാണ് പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ടത്? വളരെ ശക്തമായ രീതിയിൽ കലർപ്പില്ലാത്ത, വെള്ളം ചേർക്കാത്ത നിലപാട് മതേതരത്വത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി ആരാണ് എടുക്കുന്നത്? ഇതാണ് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം. അങ്ങനെ ആ അർത്ഥത്തിലാണ് ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം, അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, തൃശൂർ മണ്ഡലം എന്ന് പറയുന്നത് വളരെ ശക്തമായ ഇടതുപക്ഷ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ്. ആ അടിത്തറയെ ഒരിക്കലും ഏത് സ്ഥാനാർത്ഥിത്വം കൊണ്ടും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ 2024 തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട,
അത് ഇടതുപക്ഷ മുന്നണി തന്നെ ജയിക്കും. പത്മജയുടെ പാർട്ടി മാറ്റം റിക്കവർ ചെയ്യാൻ മുരളീധരനെ കൊണ്ട് സാധിക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. എങ്ങനെ കാണുന്നു ആ ഒരു സാധ്യതയെ? അല്ല, അത് ഈ ഞാനൊരു വ്യക്തി എന്ന നിലയിലല്ല എന്നെ കാണുന്നത്. അത് നമ്മൾ ഈ കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്ന ഒരു അപജയമാണ് പത്മജയുടെ ഈ കൂറുമാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്ഥാലീപുലാകനായനുസരിച്ച് ചോറ് വെന്തോന്ന് നോക്കാൻ വേണ്ടി എല്ലാ പറ്റും ഞെക്കി നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചില ഉദാഹരണങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് എടുക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ആരും എപ്പോൾ വേണമെങ്കിലും BJP പക്ഷത്തേക്ക് മാറാൻ ഒരു മടിയും കോൺഗ്രസ് നേതൃത്വത്തിലിരിക്കുന്നവർക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കരുണാകരൻ്റെ മകൾ കോൺഗ്രസിൽ നിന്നും വിട്ട് BJPയിലേക്ക് മാറുക എന്ന് പറയുന്നത് സാധാരണ പാവപ്പെട്ട കോൺഗ്രസ്സുകാരൊന്നും ചിന്തിക്കുന്ന കാര്യമല്ല. അപ്പോൾ കോൺഗ്രസിൽ വിശ്വസിക്കുന്നവർ പോലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവരെ പറ്റി വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് വരണമെന്നാഗ്രഹിക്കുന്നവർ പോലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായിരിക്കുന്ന അല്ലെങ്കിൽ വിജയിച്ചു പോകുന്ന ആളുകൾ നാളെ കോൺഗ്രസ്സുകാർ തന്നെ ആയിരിക്കുമോ എന്ന കാര്യത്തിൽ എല്ലാവർക്കും വലിയ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉറച്ച നിലപാടുകളുള്ള ആളുകളെയാണ് ജനങ്ങൾ. പ്രധാനമന്ത്രി മുരളീധരനായാലും റിസൾട്ടിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല തന്നെയാണ്. അല്ല, അതിലിപ്പോൾ നമ്മളങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിൽ അതിനെ കാര്യങ്ങൾ വിലയിരുത്തി പോകുന്നതിൽ യാതൊരു അർത്ഥമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ ഈ കൂറുമാറ്റവും ഇതൊക്കെ കോൺഗ്രസിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതിപ്പോൾ അതിന് പകരം വേറെ ആൾ വരിക എന്നതിനേക്കാളുപരി ആരാണെങ്കിലും കോൺഗ്രസിലിരിക്കുന്ന ഏതൊരു നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചും അവർക്ക് തന്നെ ആത്മവിശ്വാസമല്ലോ. KPCC പ്രസിഡന്റ് തന്നെ ഇപ്പോൾ നമ്മുടെ പത്മജ ഒരിക്കൽ പറഞ്ഞു, ഞാൻ എൻ്റെ നാളത്തെ കാര്യം നാളെയല്ലേ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞ ഒരു അഭിപ്രായം നേരത്തെ പറഞ്ഞു. ഇപ്പോൾ KPCC പ്രസിഡന്റ് പോലും ഒരിക്കലും അങ്ങനെ പറയണ്ടായി. നാളെ ഞാൻ എന്താവുമെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് അത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു പ്രശ്നം. അതാണ് അവർക്ക് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ അവർ അധികാരവുമായി ബന്ധപ്പെട്ടാണ് ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത്. ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പല ആളുകളും ആ പ്രസ്ഥാനത്തിന് അധികാരവുമായി ബന്ധമുള്ളത് കൊണ്ടാണ്, അല്ലാതെ ഇന്നത്തെ രാഷ്ട്രീയവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടല്ല. അപ്പോൾ അധികാരവുമായിട്ടുള്ള അവരുടെ ബന്ധം എവിടെ മുറിയുന്നുവോ ആ മുറിയുന്നതിന്റെ ഭാഗമായി അവരുടെ അണികളും അല്ലെങ്കിൽ അവരുടെ നേതൃത്വവും അകന്നു പോവുകയാണ്. ഇന്ത്യയിലെമ്പാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. തൃശ്ശൂർ തിരിച്ചു പിടിക്കാൻ തന്നെയാണ് ഇപ്പോഴും നമ്മളൊരു ആത്മവിശ്വാസം തന്നെ. അത് സംശയം വേണ്ട, ഞാൻ തൃശ്ശൂർ നമ്മളെ LDF തിരിച്ചു പിടിക്കും. വളരെ നന്ദി. വ്യക്തിയല്ല രാഷ്ട്രീയമാണ് പ്രധാനമെന്നാണ് VS സുനിൽകുമാർ പറയുന്നത്. അതുപോലെ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. അഖിലോട്ട് പറഞ്ഞപ്പം CBN മോദ്, ന്യൂസ് 18. ആദ്യ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം. You can ignore this ad. വിദ്യാർത്ഥികൾക്ക് പ്രൊജക്ട് ചിത്രശലഭം